നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. ഈ നാളുകളിലായിട്ട് നമ്മൾ പല രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, പ്രശ്നകലുഷിതമായ അന്തരീക്ഷങ്ങൾ, ശത്രുതാ മനോഭാവത്തോടുകൂടിയുള്ള പ്രവൃത്തികൾ ഒക്കെ നമ്മൾ കാണുന്നു. അതിനപ്പുറത്തായിട്ട് ജാതീയമായിരിക്കുന്ന കലാപങ്ങൾ, കൊലപാതകങ്ങൾ നമ്മൾ കാണുന്നു. മറുഭാഗത്ത് പ്രകൃതി സംബന്ധമായി പ്രകൃതിക്ഷോഭങ്ങൾ, കൊടുങ്കാറ്റ്, സുനാമി, ഗോനു മുതലായ അനേക വിധത്തിലുള്ളതായ പ്രകൃതി ക്ഷോഭങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. മറ്റ് രാഷ്ട്രീയ, സാമൂഹിക പരമായ നിലയിൽ നാം ചിന്തിച്ചാലും ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ കണ്ണു മുമ്പിൽ നമ്മൾ കാണുകയാണ്. ഇതെല്ലാം ഉപരി അധാർമികതയുടെയും മറ്റ് സമൂഹത്തിൽ നിലവാരങ്ങൾ അധപ്പതിച്ചതായ ചില അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. മയക്കുമരുന്നിന് ഉപയോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. യുവ തലമുറകളിലേക്കും കൗമാര തലങ്ങളിലേക്കും ഇതൊക്കെ വ്യാപിച്ച് അനേക തലമുറകൾ നാശത്തിലേക്ക് പോകുന്നതൊക്കെ നാം കാണുന്നു. ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തോ ഒരു പ്രവൃത്തി, ഒരു ദൈവികമായ ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ആണോ, അതോ സ്വാഭാവികമായി നടക്കുന്നതാണോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഈ ദിവസങ്ങളൊക്കെ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം, വേദപുസ്തകത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വരവിനെക്കുറിച്ച് താൻ തന്നെ അരുളി ചെയ്തതായ പ്രവചന വാക്യങ്ങളുണ്ട്. എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മളെന്താണ് ചെയ്യേണ്ടത്? ഭയവും ഭീതി ഉളവാക്കുന്നതായ, വേദന ഉളവാക്കുന്നതായ അനേക സംഭവങ്ങൾ നമ്മൾ കാണുകയാണ്. ഒരുപക്ഷെ എന്താണ് ഇതിന് മുമ്പിൽ നാം ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് നാം പകച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. ഇവിടെയാണ് ദൈവവചനത്തിൻ്റെ പ്രാധാന്യം നാം കാണുവാൻ കഴിയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിന് 36-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ ഈ സംഭവിപ്പാനുള്ളത് എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പി. ഇങ്ങനെ ഒരു വേദഭാഗം അവിടെ കാണുവാനിടയായി. ഈ സംഭവിപ്പാനുള്ളത് ഇത് സംഭവിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ ഇതിൽ ചിലത് നിന്ന് നാം ഒഴിഞ്ഞ് മാറേണ്ടതുണ്ട്, ഒഴിഞ്ഞു പോകേണ്ടതുണ്ട്, രക്ഷപ്പെടേണ്ടതുണ്ട്, നാം സുരക്ഷിതരായിരിക്കേണ്ടതുണ്ട്. എന്തിന്? മനുഷ്യപുത്രനായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന് മുമ്പിൽ നിൽപ്പാൻ നമുക്ക് കഴിയണം. ഈ ലക്ഷണങ്ങളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ വരവ് വിളിച്ചറിയിക്കുകയാണ്. അതെപ്പോഴും സംഭവിക്കാം.
പക്ഷെ എന്നാൽ അതിന് നാം എന്ത് ചെയ്യണം? അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന 2-3 വാക്കുകളുണ്ട്. ഒന്ന്, നിങ്ങൾ സദാകാലവും ഉണർന്ന് പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ഈ കർത്താവിന് മുമ്പിൽ നിൽക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് ഈ ലോകത്തിൻ്റെ മറ്റൊന്നുമല്ല. നമ്മളെ പ്രാപ്തരാക്കുന്നത് സദാകാലം ഉണർന്ന് ഒരുങ്ങി പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുക എന്ന ഒരു കാര്യമാണ് നമ്മളെ അറിയിക്കുന്നത്.